ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ഓശാന പെരുന്നാൾ ആചരിച്ചു. പീഡാനുഭവ ആഴ്ചയ്ക്ക് മുന്നോടിയായി യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് വിശ്വാസികൾ ഈ ദിനം ആഘോഷിക്കുന്നത്. ദാവീദിൻ സുദിന ഓശാന എന്ന സ്തുതിഗീതങ്ങൾ ആലപിച്ച് കൈകളിൽ കുരുത്തോലകളുമായി വിശ്വാസികൾ പ്രദക്ഷിണങ്ങളിൽ അണിചേർന്നു. വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പുലർച്ചെ മുതൽ തന്നെ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല വാഴ്ത്തൽ ചടങ്ങുകളും നടന്നു. വലിയ പള്ളികൾ മുതൽ ഗ്രാമീണ ഇടവകകളിൽ വരെ നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനയിൽ പങ്കുചേരാനെത്തിയത്. വിവിധ സഭകളുടെ ആസ്ഥാന ദേവാലയങ്ങളിൽ നടന്ന ചടങ്ങുകൾക്ക് സഭാ മേലധ്യക്ഷന്മാരും പുരോഹിതരും നേതൃത്വം നൽകി. യേശുവിന്റെ എളിമയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ഓശാന പെരുന്നാൾ നൽകുന്നതെന്ന് സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. ഈ രഹസ്യം പൂർത്തീകരിക്കാനാണ് അവിടുന്ന് നഗരമായ ജെറുസലേമിലേക്ക് പ്രവേശിച്ചത്. ഇതോടുകൂടി ക്രൈസ്തവ ലോകത്ത് പീഡാനുഭവ സ്മരണകൾ നിറഞ്ഞ വിശുദ്ധ വാരത്തിനും തുടക്കമായി. ഇനി വരും ദിവസങ്ങളിൽ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, വലിയ ശനി എന്നീ ചടങ്ങുകൾക്ക് ശേഷം ഉയർപ്പ് തിരുനാളിനായി ഒരുങ്ങും. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും 50 ദിനങ്ങൾക്ക് ശേഷമാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്.